one of the problems business owners face is, see, they are stuck to their shops. Traders ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്ന കച്ചവടം എന്താ സംഭവിക്കുന്നത്. അവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അവരെ ഹാൻഡ് ഹെൽഡ് ഡിവൈസിൽ കിട്ടണം, മൊബൈലായാലും ലാപ്ടോപ്പിലായാലും. വാട്ട് ഡസ് ഇൻവാക്സ് ഡു ടു സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ പെയിൻ പോയിന്റ്? See, nowadays the business people are വളരെ സ്ട്രക്കാണ്. ഈ പറഞ്ഞ പോലെ their own ഫെയിംസ് മീൻസ് അവർക്ക് കല്യാണം വന്നാലും മരണം വന്നാലും ഉത്സവം വന്നാലും ഒക്കെ കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. ഇപ്പം ഞാൻ പറയുന്നൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഈ മീൻസ് പ്യുവർലി ഓണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫെയിമുകളാണ്. ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇനി അതല്ല അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു SME ലെവലിലേക്ക് നമ്മൾ പോയാൽ തന്നെയും പല മാനേജ്മെൻറ്റ്സും അവരുടെ എംപ്ലോയീസിനെ അവിടുത്തെ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല ഡാറ്റാസും കിട്ടുന്നത്. ഇത് തന്നെ ഒരു സെൽഫ് ഡ്രിവൺ ആയിട്ട് എവിടെയിലേക്ക് വരുന്ന ഒരു ഡാഷ്ബോർഡ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോട്ട് ഓഫ് ഡിസിഷൻ ദേ ക്യാൻ ടേക്ക് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഔട്ട്സ്റ്റാൻഡിങ് കളക്ഷൻസിൻ്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ ഈ ഡെഡ് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഒരു സ്റ്റോർമാൻ്റെ അടുത്ത് ചോദിച്ച് അയാൾ റിപ്പോർട്ട് പ്രോസസ്സ് ചെയ്ത് തരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആംഗിളിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പകരം നമുക്ക് തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാൻ ഫിംഗർ ടിപ്സിൽ നമ്മുടെ കയ്യിലൊരു മൊബൈലുണ്ട്. ഇപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ അവരുടെ മൊബൈലിൽ തന്നെ ഒരു ഇൻസൈറ്റ്സ് പോലെ റിപ്പോർട്ട് വരുന്നു, അവർ അതിനകത്തേക്ക് പോകുന്നു, അതിനെ കണക്ട് ചെയ്ത് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ അവർ ഓഫീസിൽ പോയില്ലെങ്കിൽ പോലും ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന അവർക്ക് ഫിംഗർ ടിപ്സിൽ ചെയ്യണമെങ്കിൽ നല്ലൊരു മൊബൈൽ ആപ്പ് വേണം. ഇൻവാക്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും ഓൾമോസ്റ്റ് ഇത്തരം കാര്യങ്ങൾ അവരുടെ ഫിംഗർ ടിപ്സിലേക്ക് ഓൾറെഡി ഇപ്പം മൊബൈൽ ആപ്സ് ഉണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ഇപ്പോൾ പ്രത്യേകിച്ച് AI കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ വാട്ട്സ് മൈ ഐഡിയ ഈസ് ഇദ്ദേഹം ഏത് സമയത്ത് ആ കടയിൽ ഉണ്ടാവണം എന്ന് ഈ ആപ്പ് പറയുന്ന ഒരു ഡാറ്റ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 4-5 വർഷത്തെ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഈ ട്രെൻഡ് എങ്ങനെയാണ്, ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കടയിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സെയിൽസ്മാനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നത്. ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഈ ആപ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ളൊരു ഡിസിഷൻസ് ആണെങ്കിൽ കുറേ കൂടെ നമുക്ക് അതിനകത്ത് ആക്യുറസി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ബ്ലൈൻഡായിട്ട് നിന്നിട്ടാണ് പലരും, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യം. പക്ഷേ എന്തൊക്കെ വന്നാലും പ്രോപ്പർ ഡാറ്റ ഇല്ലാതെ നമ്മൾ എത്ര വലിയ പ്രൊഫഷണൽസിനെ വെച്ചിട്ടും കാര്യമില്ലാന്നാണ്. അപ്പോൾ ആ ഡാറ്റ പ്രൊക്യൂർമെൻറ്റ് വരണമെങ്കിൽ നല്ലൊരു ERP സിസ്റ്റം വേണം. ആ ERP സിസ്റ്റം എക്സാക്ട്ലി വർക്ക് ചെയ്യണം. അതിൽ നിന്നുള്ള റിപ്പോർട്ട്സിൻ്റെ മൈനിങ് എന്ന് പറയുന്നത് സിമ്പിളായിരിക്കണം. ഇപ്പോൾ ഒരു ഞാൻ റിപ്പോർട്ട്സ് എല്ലാം ഉണ്ട്, എഗെയിൻ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് ആ റിപ്പോർട്ട്സ് മൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പകരം ഇത് ഫിംഗർ ടിപ്സ്. അപ്പോൾ തീർച്ചയായും മൊബൈൽ ആപ്സിന് അല്ലെങ്കിൽ മീൻസ് ഫിംഗർ ടിപ്സിൽ ഡാറ്റ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മൊബൈൽ ആപ്പിൽ കൂടെ. കാരണം ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. ഈ കുഞ്ഞ് സ്ക്രീനിലേക്ക് അവൻ്റെ ഡാറ്റ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബിസിനസ്സിൽ നിന്നാണ് ഞാൻ. സോ ഇറ്റ് മേക്സ് ദ ലൈഫ് ഓഫ് ദ ബിസിനസ് ഓണർ വളരെ സിമ്പിൾ ആയിരിക്കും. കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാം, കുറച്ചുകൂടെ മൊബിലിറ്റി കൂട്ടാം. ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ വിച്ച് ഇസ് പോപ്പിംഗ് അപ്പ് ഓൺ ദി മൊബൈൽ ആപ്പ്. ഇൻവാക്സിൻ്റെ മൊബൈൽ ആപ്പിൽ പോപ്പപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ക്യാൻ ടേക്ക് ബിസിനസ്, വിച്ച് ഇസ് വെരി ഗുഡ്.